രാജ്യം നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിക്ക് ആ കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസ രീതി നല്ല രീതിയിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രദേശം, ആ സമൂഹം, ആ രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ വിദ്യാഭ്യാസ കാലത്തിലാണ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത്. വിദ്യാഭ്യാസ കാലത്ത് പ്രത്യേകിച്ച് വളർത്തിക്കൊണ്ടു അപ്പം ഏറ്റവും കൂടുതൽ സന്തോഷകരമായി ചിലവഴിച്ച സാഹചര്യം എന്ന് പറയുന്നത് ആ കുട്ടികൾ തെറ്റായ വഴിയിലേക്കാണ് പോകുന്നതെങ്കിൽ അവർ നാടിനെ തന്നെ നാശമായിട്ട് നാടിന്റെ നാശത്തിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അവർക്ക് ഡിസിപ്ലിനാണ്. അച്ചടക്കം എന്ന് പറയുന്നത് ഇപ്പോൾ NSSന്റെ യൂണിറ്റ് ഉണ്ട് ഇവിടെ. ഇന്ന് സ്വാതന്ത്ര്യമായിട്ട് പല കുട്ടികളും കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സഹപാഠികളായ പലരും വീട്ടിലോ മറ്റേതെങ്കിലും ടൂറിസ്റ്റ് അത് നിങ്ങൾ NSSന്റെ ഭാരവാഹിയായതിനു ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ റൈഡേഴ്സ് ക്ലബിന്റെ ഭാരവാഹിയായതിനു ശേഷം നിങ്ങൾ ഉടലെടുത്ത സമ്പ്രദായം ഒരു തോന്നലാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സന്നദ്ധ പ്രവർത്തകരുടെ കീഴിൽ സന്നദ്ധ സംഘടനയുടെ കീഴിൽ അണിനിരക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ യൂണിറ്റിന്റെ NSS ആയാലും SPC ആയാലും റൈഡേഴ്സ് ക്ലബ് ആയാലും ആ യൂണിറ്റിന്റെ നോംസ് അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. സംഭവം ചെയ്യുമ്പോൾ എന്റെ സ്വഭാവം, എന്റെ പ്രവൃത്തി, എന്റെ വാക്കുകൾ എല്ലാം നല്ല രീതിയിലായിരിക്കണം. അതിന് ഞാൻ ഉറപ്പ് നൽകാൻ ബാധ്യതയാണ്. NSSന്റെ കുട്ടികൾ, റൈഡേഴ്സ് ക്ലബിന്റെ കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നു. ആ ഇരിക്കുന്ന ഓരോരുത്തരും നല്ല പ്രവൃത്തി ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രവൃത്തികൾക്ക് നാളെ പലരും ഇതിലേക്ക് ആകൃഷ്ടരായി ഈ സംഘടനയിലേക്ക് വരാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്കൊരാവശ്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റ് സമൂഹം, മറ്റുള്ള ആൾക്കാർ നമ്മളെ സഹായിച്ചോളൂ. എങ്ങനെയായാലും സഹായിക്കും. ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് മറ്റു കൈ അറിയുന്നതെന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. നിങ്ങൾ റൈഡേഴ്സ് ക്ലബ്ബ്, NSS അതുപോലെയുള്ള മറ്റു വോളണ്ടിയേഴ്സ് ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു മാരക വിപത്തായ ലഹരി എന്ന് പറയുന്നത് ക്ലാസിക്കൽ ആക്സസിന്റെ ഉദ്യോഗസ്ഥം വന്നിരിക്കുന്നുണ്ട്. ഈ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിയാൽ മാത്രം പോരാ, ഈ ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ വേണ്ട പ്രവർത്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കാര്യം പോലീസോ SSO വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ലഹരി മാഫിയെ കണ്ടെത്താനായിട്ട് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഏത് ലഹരി പദാർത്ഥം കൂടുതലായിട്ട് പിടിച്ചാലും അതിന്റെ പിന്നിൽ ഒരു ഇൻഫോർമർ ഉണ്ടാവും. ഒരു ഇൻഫോർമർ ഇല്ലാതെ നമുക്ക് കൂടുതൽ ലഹരി കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ഞാൻ ഒരു 10 ദിവസമായിരുന്നു ഇവിടെ വന്നത്. പെരുമൺ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് ഞാൻ വന്നതിന്റെ 3 എനിക്ക് 9.5 കിലോ കഞ്ചാവ് കിട്ടി. 9.5 കിലോ കഞ്ചാവുമായിട്ട് ഒരു ഒഡീഷ സ്വദേശിയെ പിടിച്ചു. അപ്പൊ അത് എന്റെ മിടുക്കൊണ്ടല്ല പിടിച്ചത്, എനിക്ക് കിട്ടിയ ഇൻഫർമേഷന്റെ ബേസിലാണ്. അപ്പൊ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ ക്വാണ്ടിറ്റി കണ്ടെത്താൻ സാധിക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കൂട്ടത്തിലുള്ള